നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് എൻ്റെ കുറേ അനുജന്മാർക്ക് സംശയം എന്തോന്നറിയോ, പൊക്കം കൂടുതലാണ് അവർക്ക്. ഈ പൊക്കം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, പൊക്കം എന്ന് പറഞ്ഞാൽ അതൊരു സൗന്ദര്യം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഹൈറ്റ് എന്ന് പറയുന്നത് അതൊരു സൗന്ദര്യം തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഈ പിള്ളേർ ഇങ്ങനെ പൊക്കം കൂടിപ്പോയി സാറേ, എങ്ങനെയെങ്കിലും അത് കുറയ്ക്കണം, അല്ലെങ്കിൽ പൊക്കം കുറയ്ക്കാനുള്ള വ്യായാമമുണ്ടോ, അല്ലെങ്കിൽ പൊക്കം കുറയ്ക്കാനുള്ള മരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നണം. കാരണം ഹൈറ്റ് എന്ന് പറയുന്നത് അതൊരു സൗന്ദര്യം തന്നെയാണ്. അതവർക്ക് തിരിച്ചറിഞ്ഞിടത്തോണ്ടായിരിക്കും ഒരു പക്ഷേ അവർ ഇപ്പോൾ ഹൈറ്റ് കുറയ്ക്കണമെന്ന് പറയുന്നത്. അതെന്തായിക്കോട്ടെ, അത് അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ഇപ്പോൾ 19-20 വയസ്സായ പിള്ളേരല്ലേ, അവർക്കറിയില്ല. അതുകൊണ്ടാണ് ഹൈറ്റ് കുറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ട് ഹൈറ്റ് കൂടിയവൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ ഹൈറ്റ്. ഞാൻ ഒരു കാര്യം എൻ്റെ അറിവിൽ വെച്ച് ഞാൻ അടിവരയിട്ട് പറയുന്നു. എൻ്റെ അറിവിലാണ് ഞാൻ പറയുന്നത്. അതിൽ മറ്റുള്ളവർക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എൻ്റെ അറിവിൽ ഹൈറ്റ് കൂടിയ ഒരാളിന് ഹൈറ്റ് കുറയ്ക്കാനുള്ള വ്യായാമം ഇല്ല. മനസ്സിലായല്ലോ? എൻ്റെ അറിവിൽ ഹൈറ്റ് കൂടിയാൽ ഹൈറ്റ് കുറയ്ക്കാനുള്ള വ്യായാമ മുറകൾ, മരുന്നോ എനിക്കറിയില്ല. ഞാൻ ഇന്ന് വരെ ഹൈറ്റ് കൂടിയ ഒരാളിന് ഹൈറ്റ് കുറച്ച് കൊടുത്തിട്ടുമില്ല, അതിനൊരു വ്യായാമം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ മറ്റ് ആരെങ്കിലുമായിട്ട് അന്വേഷിക്കുക. പിന്നെ ഈ ഹൈറ്റ് കൂടി എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കാതെ അതിന് സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ഒരു ജോലിക്ക് എപ്പോഴും ഒരു പട്ടാളത്തിൽ പേരെഴുതാൻ പോയാലും പോലീസിൽ പേരെഴുതാൻ പോയാലും ഹൈറ്റ് മുഖ്യ ഘടകമാണ്. അത് അല്പം കൂടിയാലും കുറയരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓരോ പിള്ളേർ കഷ്ടപ്പെട്ട് ഓടി തളർന്ന് ട്രെയിനിങ് ചെയ്ത് പട്ടാളത്തിൽ പേരെഴുതാൻ പോകുമ്പോഴും പോലീസിൽ പേരെഴുതാൻ പോകുമ്പോൾ ഹൈറ്റ് ഇല്ല എന്നും പറഞ്ഞ് അവരെ പുറന്തള്ളുമ്പോൾ അവരുടെ വിഷമം നിങ്ങളാരും കാണുന്നില്ല. അപ്പോൾ ആ ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ അവർ സ്വയം ശപിച്ചാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ദൈവം എനിക്ക് ആ ജോലി കിട്ടാതെ പോയത് എന്ന് അനേകായിരം പിള്ളേരുടെ ഒരു വിഷമമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ആ സ്ഥാനത്താണ് നിങ്ങൾക്ക് ഹൈറ്റ് കൂടിപ്പോയി എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി വന്നിരിക്കുന്നത്. ഹൈറ്റ് കൂടിയിട്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഹൈറ്റ് കുറയുമ്പോഴാണ് പ്രശ്നം. ഒരാളും നിങ്ങളെ ഹൈറ്റ് കൂടിയെന്നും പറഞ്ഞ് ഒന്നും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ 20, 18, 19 വയസ്സായ പിള്ളേരാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. അവർക്ക് തീരെ മെലിഞ്ഞതായിരിക്കും. കാരണം അവർ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഇപ്പോഴെന്തായാലും കാണത്തില്ല. അപ്പോൾ അതിനൊരു പ്രായമാകുമ്പോൾ 10, 25, 24, 23 വയസ്സൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഹൈറ്റ് തോന്നിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ശരീരത്തിന് മാസ് വരും, അതനുസരിച്ച് നിങ്ങൾ ജിമ്മിൽ പോകുന്നെങ്കിലും മസിലുകൾ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ശരീരം, അതായത് കുറച്ച് ചത വരുമ്പോൾ, ഒരു കാരണവശാലും നിങ്ങൾക്ക് വണ്ണം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ ഹൈറ്റ് തോന്നിക്കത്തില്ല. അതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ആഹാരം കഴിക്കാതെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രകൃതം കണ്ട് കൊച്ചു പിള്ളേരായതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് തോന്നിക്കും ഹൈറ്റ് കൂടുതൽ. ചിലപ്പോൾ നിന്നെ തോട്ടയെന്ന് വിളിക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇരട്ടപ്പേരിട്ട് വിളിക്കാം. അപ്പോൾ ഹൈറ്റ് കൂടിയാൽ ഇരട്ടപ്പേര് വീഴും, ഹൈറ്റ് കുറഞ്ഞാൽ ഇരട്ടപ്പേര് വീഴും. മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അത് ശരിക്കും ഹൈറ്റ് കൂടിയ ഒരാളിന് ഹൈറ്റ് കുറയ്ക്കാനൊരു മരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊരു മരം തന്നെ നട്ട് അത് നല്ല ഹൈറ്റിന് കയറി പോകണം. അതിനെ ഹൈറ്റ് കുറയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും മരുന്ന് കൊടുക്കാൻ പറ്റുമോ? അതിനെ വളർത്തിയെടുക്കാനുള്ള വളങ്ങൾ ഒരുപാടുണ്ട്. അത് ഇനി വളരണ്ട എന്ന് പറയണമെങ്കിൽ എന്താണ് ചെയ്യണത്? അതിൻ്റെ മണ്ടയങ്ങ് മുറിക്കുക മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ എന്ത് ഇനി വളരണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ ഒന്ന് ചോദിക്കതേ നമ്മളെ രക്ഷകർത്താക്കളുടെ അല്ലെങ്കിൽ നമ്മളെ മുതിർന്ന ആൾക്കാരുടെ, ചേട്ടാ ഈ ഒരു മരം മരം ഇത് നമുക്ക് വളരണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ പറയാം എൻ്റെ കൊണ്ടയങ്ങ് മുറിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ മുറിക്കണമെന്നല്ല പറഞ്ഞത്. അപ്പോൾ മനസ്സിലായില്ലേ? ഒരു കാരണവശാലും ഹൈറ്റ് കുറയ്ക്കേണ്ട എക്സസൈസോ ഹൈറ്റ് കുറയ്ക്കേണ്ട മരുന്നോ എനിക്ക് എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് നിങ്ങൾ ഹൈറ്റ് കൂട്ടാനുള്ള പിള്ളേർക്ക് അതിനു വേണ്ടിയുള്ള എക്സസൈസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിയുന്നതും ഹൈറ്റ് ഇല്ലാത്തവർ 18 വയസ്സിന് കഴിഞ്ഞാൽ ഉടനെ സ്വയം നിങ്ങൾ ഹൈറ്റ് കുറവാണെന്ന് തോന്നിയാൽ തൊട്ടടുത്ത ജിമ്മിൽ പോയി നിങ്ങൾ ഹൈറ്റ് കൂടണം എന്ന് തന്നെ ആദ്യം പോയി ആ മാസ്റ്ററോട് പറയണം. പക്ഷേ ഞാൻ വന്നത് എനിക്കിപ്പോൾ ഇത്ര സെൻറ്റിമീറ്ററേ ഉള്ളൂ ഹൈറ്റ്, എനിക്ക് ഇത്ര സെൻറ്റിമീറ്റർ വേണം, എനിക്ക് എൻ്റെ പ്രായം ഇത്രയാണ്, അത് ഹൈറ്റ് കൂട്ടാനുള്ള എക്സസൈസ് കുറച്ച് എനിക്ക് പറഞ്ഞു തരണം, അത് ഹൈറ്റ് എനിക്ക് കിട്ടിയേ തീരൂ, എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ മസിൽ എനിക്ക് ഉണ്ടാക്കിയാൽ മതി എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ആ മാസ്റ്ററോട് പറഞ്ഞാൽ
ഒരു സംശയം വേണ്ട, അദ്ദേഹം നിങ്ങൾക്ക് അതിനനുസരിച്ച് അനുയോജ്യമായ രീതിയിലെ വ്യായാമ മുറകൾ പഠിപ്പിച്ചതെന്ന്, അതിനനുസരിച്ചുള്ള ഫുഡ്, കാൽസ്യം അടങ്ങിയ ആഹാരം കഴിച്ച് അതും പുള്ളിയോട് ചോദിച്ച് മനസ്സിലാക്കി കഴിച്ചാൽ 21 വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് ഹൈറ്റ് വെച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ ഹൈറ്റ് കൂടിപ്പോയാൽ ഒരു കാരണവശാലും ചെന്ന് ഒരു മാസ്റ്ററും പറയേണ്ട, പക്ഷേ എനിക്ക് ഹൈറ്റ് കൂടുതലാണ്, അതൊന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ഒരു വർക്കൗട്ട് ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് പുള്ളി പറയാം, എന്നൊരു കാര്യം, നീ ഒരു തടി വയ്ക്കുമ്പോൾ ഹൈറ്റ് നിനക്ക് തോന്നില്ല. എല്ലാവരും പറയുന്നൊരു കാര്യം, ഹൈറ്റ് ഒരു സൗന്ദര്യമില്ലടാ, ഇരിക്കട്ടെ ഹൈറ്റ് എന്നേ പറയത്തുള്ളൂ. ഒരാൾ പോലും ഹൈറ്റ് കൂടിപ്പോയാലും എന്തോ ഇത് എന്നാരും പറയില്ല. ഒരു ഭംഗി വാക്കിന് ഇപ്പോൾ ചിലപ്പോൾ പറയാം, എന്തോ ഇത് എന്ത് ഹൈറ്റ് എന്ന് പറയാം, അല്ലാതെ ആരും മോശമാണെന്ന് പറയില്ല. ഹൈറ്റ് ഉള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും തലവരുത്തി നിൽക്കാൻ പറ്റും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഹൈറ്റ് ഒരു സൗന്ദര്യം തന്നെയാണ്. പിന്നെ ഈ ഹൈറ്റ് വേണമെന്നും പറഞ്ഞ് ജിമ്മിൽ പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ മാസ്റ്ററെ കണ്ണ് വെട്ടിച്ച്, അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ കണ്ണ് വെട്ടിച്ച് അവിടെ ചെന്നിട്ട് നോക്കും. അവിടെ ഇരിക്കുന്ന ഓരോ ചേട്ടന്മാരെയൊക്കെ നോക്കും. ചേട്ടന്മാർക്ക് നല്ല മസിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്കിനി എന്ന് കിട്ടും, എൻ്റെ മസിൽ ഇതുപോലെ എന്നാവും എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. കാര്യം എന്ന് വെച്ചാൽ നിനക്ക് 19 വയസ്സേ 18 വയസ്സായേ ഉള്ളൂ. നിനക്ക് മസിൽ വയ്ക്കാനും ഇതുപോലെ സൈസ് വയ്ക്കാനൊക്കെ ഒരുപാട് സമയമുണ്ട്. നിനക്കിപ്പോൾ വേണ്ടത് എന്താണ്? ഹൈറ്റ് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഹൈറ്റിനുള്ള വ്യായാമങ്ങൾ മാത്രമേ നീ ചെയ്യാവൂ. ഒരു കാരണവശാലും മറ്റ് ചേട്ടന്മാർ 21 വയസ്സ് കഴിഞ്ഞ ചേട്ടന്മാർ ചെയ്യുന്ന അതേ വർക്കൗട്ടൊന്നും നീ എടുത്ത് ചെയ്യരുത്. അത് മാസ്റ്റർ പ്രത്യേകം നിനക്ക് പറഞ്ഞു തരും. മാസ്റ്റർ പറയുന്ന രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ ചെയ്യരുത്. അല്ലാതെ വീട്ടിൽ ചെന്നിട്ട് ഷർട്ട് ഊരി അങ്ങോട്ട് ഇട്ടിട്ട് ചേട്ടൻ്റെ മുഖവും മനസ്സിൽ വെച്ചിട്ട് എനിക്കും അതുപോലെ ചെയ്യണം, മാസ്റ്റർ ഒരു ദിവസം വരായിരുന്നെങ്കിൽ എനിക്കും അതുപോലെ ചെയ്യാമായിരുന്നു, എനിക്കും അതുപോലെ ജിമ്മാവണം എന്നുള്ള ആഗ്രഹത്തിൽ പിന്നെ ജിമ്മിൽ വന്ന് അല്ലെങ്കിൽ ഉടനെ തന്നെ കൂട്ടുകാരനെ വിളിക്കടേ ഞാൻ ഇന്നും ഒരു ജിമ്മിൽ പോകാൻ തുടങ്ങി. നീ അതുപോലെ ചെയ്ത് എനിക്ക് എന്നോട് പറഞ്ഞ ഒരു 2 ആഴ്ച ഫ്രീ ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. ഈ 2 ആഴ്ച ഫ്രീ ഹാൻഡ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ആ പയ്യൻ വന്ന് പറഞ്ഞത് എനിക്ക് ഹൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഫ്രീ ഹാൻഡ് എക്സസൈസും സ്ട്രെച്ചിങ്ങിൽ കൂടെ ഇല്ലേ പറ്റത്തുള്ളൂ, ലൈറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ചിലപ്പോൾ 21 വയസ്സ് ഒരാളിനോടായിരിക്കും വിളിച്ച് ചോദിക്കുന്നത്. അവനെ ചേട്ടാ അതങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു മസിലിനാണ് ചെയ്യുന്നത്. ചേട്ടനോട് അതൊക്കെ പഠിപ്പിച്ചല്ലേ. അപ്പോൾ അതും കേട്ടും കൊണ്ട് ഇവിടെ വന്ന് ഒരു മസിലിന് ചെയ്യണം ചേട്ടാ, അല്ലെങ്കിൽ സാറേ എനിക്ക് എന്ന് അതുപോലെ പഠിപ്പിക്കും, എന്നെ ഇതുപോലെ പഠിപ്പിക്കും എന്ന് ചോദിച്ച് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ കൃത്യമായിട്ട് ആ മാഷ് നിങ്ങൾ അത് പഠിപ്പിച്ചിരിക്കും. അത് അനുസരിച്ച് നിങ്ങൾ 21 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹൈറ്റും വരും. ഹൈറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള, അവർ പോലീസിൽ പേരെഴുതാൻ പോകുന്നതിൽ 170 സെൻറ്റിമീറ്ററാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ പട്ടാളത്തിൽ പേരെഴുതാൻ പോകുന്നത് 175 സെൻറ്റിമീറ്റർ. ഈ 2 അളവും നിങ്ങൾക്ക് കൃത്യമായിട്ട് പോലീസിലും പട്ടാളത്തിലും പേരെഴുതാനുള്ള അളവ് നിങ്ങൾക്ക് അതിന് അല്പം കൂടിയാലും കുഴപ്പമില്ല, കുറയാൻ പാടില്ല. അതുകൊണ്ട് കിട്ടിയാൽ നിങ്ങൾക്ക് വർക്കൗട്ടിലോട്ട് പൊയ്ക്കോ, ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ മാസ്റ്റർ പറയുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്ത് ആദ്യം ലൈറ്റ് വെയ്റ്റിൽ വർക്കൗട്ട് ചെയ്ത് അവസാനം ഹെവി നിങ്ങൾക്ക് പോകുന്ന വെയിറ്റ് അവരവരുടെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വ്യായാമം ചെയ്ത് നിങ്ങൾക്ക് മസിലുണ്ടാക്കാം. അതിന് നിങ്ങൾക്ക് 38 വയസ്സ് വരെ നിങ്ങൾക്ക് മസിലുണ്ടാക്കി അടിച്ച് പൊളിച്ച് നടക്കാം. അത് കഴിഞ്ഞാൽ 38 വയസ്സ് കഴിഞ്ഞാൽ പുതിയ മസിലുണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. അത് നിങ്ങൾക്ക് ആ പഴയ മസിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഹൈറ്റ് കുറവാണെന്ന് ചെറുപ്പത്തിലേ തോന്നുന്നവർ, ചില പാരമ്പര്യമായിട്ട് അച്ഛന് ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് എനിക്ക് ഹൈറ്റ് വയ്ക്കത്തില്ല എന്നും പറഞ്ഞ് നിങ്ങൾ നിരാശയായിട്ടിരിക്കരുത്. പാരമ്പര്യത്തെ മറികടക്കും വ്യായാമം. അപ്പോൾ വ്യായാമത്തിൽ കൂടെ നിങ്ങൾക്ക് പാരമ്പര്യത്തെ മറികടന്ന് നിങ്ങൾ ഹൈറ്റ് വയ്ക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾ എന്തായാലും വ്യായാമം ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് നിങ്ങൾ നല്ല ആഹാരം എന്ന് പറയുന്നത് കാൽസ്യം അടങ്ങിയ ആഹാരം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾ ഹൈറ്റ് വയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ ഹൈറ്റ് കൂടിയതോട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാരണവശാലും ഹൈറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസ് ഇല്ല. ഇത് നിങ്ങൾ സംശയമാണെങ്കിൽ വേറെ ആരോടും ചോദിച്ച് മനസ്സിലാക്കുക.